ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓണ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എക്സാം ടൈം ടേബിൾ എന്താണെന്നുള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 20-ാം തീയതി എക്സാം തുടങ്ങുമെന്നാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ എക്സാം നേരത്തെയായി, 2 ദിവസം നേരത്തെയായി. 18-ാം തീയതി തിങ്കളാഴ്ച തന്നെ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓരോ ദിവസം ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 18-ാം തീയതി തിങ്കളാഴ്ച ആഫ്റ്റർനൂൺ, അതായത് ഉച്ചയ്ക്ക് ശേഷം 1:30 തൊട്ട് 3:15 വരെ നിങ്ങളുടെ ഒന്നാം ഭാഷ പേപ്പർ 1, നിങ്ങളുടെ ഈ പറയുന്ന പോലെ തന്നെ ലാംഗ്വേജിന്റെ പേപ്പർ 1 ആണ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കുക. ആഫ്റ്റർനൂൺ ആണ് എക്സാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ എക്സാം ആയിരിക്കും ഉള്ളത്. ഇതേ സമയം തന്നെയാണ് 1:30 തൊട്ട് 3:15 വരെ. അത് കഴിഞ്ഞ് 20-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഹിന്ദിയുടെ എക്സാം ഉണ്ടായിരിക്കുക. 1:30 തൊട്ട് 3:15 വരെ തന്നെയാണ്. അടുപ്പിച്ച് 3 ദിവസമായി. ഇനി 4-ാം ദിവസം 21-ാം തീയതി വ്യാഴാഴ്ചയാണ് നിങ്ങളുടെ മാത്സിന്റെ എക്സാം. ഓക്കെ, 21-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാത്സ്. അപ്പോൾ ആദ്യത്തെ 4 പരീക്ഷകളും നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ്. എന്നാൽ 22-ാം തീയതി വെള്ളിയാഴ്ചയുള്ള എക്സാം നിങ്ങളുടെ സോഷ്യലിന്റെ എക്സാം വരുന്നത് രാവിലെയാണ്. ഓക്കെ, രാവിലെ, അതായത് 10 തൊട്ട് 11:45 വരെ ആയിരിക്കും നിങ്ങളുടെ സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യലിന്റെ എക്സാം ഉണ്ടായിരിക്കുക. അതിനുശേഷം 23-ഉം 24-ഉം അവധിയുണ്ട്. 25-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ ലാംഗ്വേജിന്റെ പേപ്പർ 2, ഓക്കെ, ഒന്നാം ഭാഷ പേപ്പർ 2 ആണ് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കുക, ഈ പറയുന്ന തിങ്കളാഴ്ച ഉണ്ടാവുക. അതിനുശേഷം ചൊവ്വാഴ്ചയാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം വരുന്നത്. അതും ഉച്ചയ്ക്ക് ശേഷമാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് രാവിലെ എക്സാം വരുന്നത് നിങ്ങൾക്ക് സോഷ്യലിന്റെ എക്സാം, അതായത് വെള്ളിയാഴ്ചയിലെ എക്സാം ആണ് രാവിലെ വരുന്നത്. അതിന്റെ അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ഈ പറയുന്ന വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കലാകായിക പ്രവൃത്തി പരിചയമായിരിക്കും ഉണ്ടായിരിക്കുക. ബാക്കി എക്സാമുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വരുന്നത് ആഫ്റ്റർനൂൺ ആണ്. ഓക്കെ, ഈ പറയുന്ന സോഷ്യൽ മാത്രം മോർണിംഗ് ആണ്, ബാക്കി എല്ലാം വരുന്നത് ആഫ്റ്റർനൂൺ ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ മറക്കണ്ട, എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരിലേക്കും ഇത് എത്തിക്കുക, എല്ലാവരോടും പറയുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ടൈം ടേബിൾ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഓൾസോ ഇനിയുള്ള ദിവസങ്ങൾ, ഇനി എക്സാം ടൈം ടേബിൾ വന്നു, ഇനി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റ്സ് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.